പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വികസനം അതിവേഗത്തിൽ കുതിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് പുതിയതായി നിർമ്മിക്കുന്ന ഓരോ വിമാനത്താവളങ്ങളും ഓരോ ടെർമിനലുകളും ശരിക്കും വേറെ ലെവലാണ്, പറയാതിരിക്കാൻ വയ്യ. ഒരു കാലത്ത് നമ്മൾ ഈ ചൈനയുടെയൊക്കെ എയർപോർട്ടുകൾ കണ്ട് അന്തം വിട്ടുപോയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. ഇന്ന് ചൈനക്കാർ പോലും ഞെട്ടുന്ന ഗംഭീരമായ മനോഹരമായ വിമാനത്താവളങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഓരോ സമയത്തും പണിതുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിന്റെ വ്യോമയാന മേഖലയിൽ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ അത്യാധുനികമായ ഹരിത വിമാനത്താവളത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ ഭോഗാപുരത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളം ഗംഭീരമെന്നല്ലാതെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. വിശാഖപട്ടണത്തിനും വടക്കൻ ആന്ധ്ര മേഖലയ്ക്കും ആഗോളതലത്തിൽ പുതിയ വാതിലുകൾ തുറന്നു നൽകുന്ന ഈ പ്രോജക്റ്റ് മികച്ച ആസൂത്രണത്തിന്റെയും പുതിയ ആധുനിക വാസ്തുവിദ്യയുടെയും ഉത്തമ ഉദാഹരണമാണ്. ദേശീയപാത 16 വിശാഖപട്ടണം നഗരത്തിൽ നിന്ന് ഏകദേശം 40 മുതൽ 45 കിലോമീറ്റർ അകലെ വിസിയാനഗരം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആകെ 2200 ഏക്കറിലധികം വിസ്തൃതമായ വിശാലമായ ഭൂമിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. GMR ഗ്രൂപ്പിന്റെ ഉപകമ്പനിയായിട്ടുള്ള GMR വിശാഖപട്ടണം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തില് നിർമ്മാണവും നടത്തിപ്പും നിർവഹിക്കുന്നത്. പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയായ അല്ലൂരി സീതാരാമ രാജുവിന്റെ സ്മരണാർത്ഥമാണ് വിമാനത്താവളത്തിന് ഔദ്യോഗിക പേര് നൽകിയിരിക്കുന്നത്. വടക്കൻ ആന്ധ്രയുടെ സാമ്പത്തിക വികസനത്തിന് വലിയ ഊർജം പകരുന്ന ഈ പദ്ധതിക്ക് 5640 കോടിയിലധികം രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ആധുനിക കാർഗോ സംവിധാനങ്ങൾ, വിശാലമായ റൺവേ എന്നിവ ഉറപ്പാക്കാനാണ് ഈ വൻതുക വിനിയോഗിച്ചിരിക്കുന്നത്. പരമ്പരാഗത സംസ്കാരവും ആധുനിക ഡിസൈനും കോർത്തിണക്കിയുള്ള വാസ്തുവിദ്യയാണ് ഈ വിമാനത്താവളത്തിന്റെ ആകർഷണം. ഈ ഒരു പാസഞ്ചർ ടെർമിനലിന്റെ മേൽക്കൂര പ്രാദേശികമായ ചില മോഡലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുട്ടിയിലു വൃത്താകൃതിയിലുള്ള വീടുകൾ, അതുപോലെ അരക്ക് താഴ്വരയിലെ മനോഹരമായ കുന്നുകൾ, സമുദ്രത്തിൽ പറന്നുയരുന്ന മീനുകളുടെ ചലനം, ഇവയിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ USGBC ഗ്രീൻ ബിൽഡിംഗ് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നിർമ്മാണം. സോളാർ പ്ലാന്റ്, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, ഊർജ്ജക്ഷമതയിലുള്ള വെന്റിലേഷൻ, EV ചാർജിങ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട്. പ്രതിവർഷം 60 ലക്ഷം യാത്രക്കാരെ വരെ ഒന്നാം ഘട്ടത്തിൽ ഈ വിമാനത്താവളത്തിന് ഉൾക്കൊള്ളാൻ കഴിയും. ഇതിന്റെ ഭാവി വികസനം എന്ന് പറയുന്നത് അനന്തമാണ്. ഘട്ടങ്ങളായിട്ട് 1,80,00,000 പേരെയും പിന്നീട് 4 കോടി വരെ ആളുകളെയും പ്രതിവർഷം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇത് വികസിപ്പിക്കുന്നത്. ഏകദേശം 3800 മീറ്റർ ആണ് റൺവേ നീളം. വലിയ എയർബസ്, ബോയിങ് വിമാനങ്ങൾക്ക് അനുയോജ്യമാണിത്. ഇതിന്റെ പ്രധാന സവിശേഷത AI ടെക്നോളജി, ബയോമെട്രിക് പ്രോസസ്സിംഗ്, ഡിജിറ്റൽ ബാഗേജ് ട്രാക്കിംഗ് അടക്കമുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്നതാണ്. നിലവിലെ വിശാഖപട്ടണം സിവിൽ എയർപോർട്ടിന് പകരമായി മാറുന്ന ഈ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രദേശത്തെ ടൂറിസം, IT, ഫാർമസ്യൂട്ടിക്കൽ, കയറ്റുമതി മേഖലകൾക്ക് വൻ കുതിച്ചുചാട്ടം സമ്മാനിക്കും. പാരമ്പര്യ തനിമ ചോർന്നു പോകാതെയുള്ള ഇതിന്റെ നിർമ്മാണ മനോഹാരിത ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എയർപോർട്ട് ടെർമിനൽസിൽ ഒന്നായിട്ട് ഇതിനെ മാറ്റുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദൃശ്യവിസ്മയം സമ്മാനിക്കുന്ന ഒരു വിമാനത്താവളമാണ്. ഇതിന്റെ ആ ഒരു പരിധിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഗംഭീരമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫെസിലിറ്റീസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ഇന്റീരിയർ ആണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും എലിവേഷൻ ആണെങ്കിലും പാർക്കിംഗ് ഏരിയ ആണെങ്കിലും എല്ലാ രീതിയിലും ഗംഭീരമായിട്ട് ആ ഒരു ട്രഡീഷണൽ മോഡേൺ ആർക്കിടെക്ചറിന്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഏറ്റവും മികച്ചൊരു വിമാനത്താവളമായിട്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിമാനത്താവളങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറുമെന്നതിൽ ഒരു തർക്കവുമില്ല. ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന ഒരു വിമാനത്താവളമാണ്. ഒരു വിദേശി ഇവിടെ വന്നിറങ്ങുന്ന സമയം മുതൽ നമ്മുടെ ഇന്ത്യൻ ഒരു കൾച്ചറും അല്ലെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും അവർക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന, കണ്ണിന് കുളിർമ നൽകുന്ന, തികച്ചും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വിമാനത്താവളത്തെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാലത്ത് ചൈനയിൽ പോയി ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നും പറയുന്ന ഒരു ദിവസം വരും. അവർ അത്ഭുതപ്പെട്ടു പോകുന്ന ദിവസം. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ കാണുന്ന വികസനങ്ങൾ.